ഇന്ന് വന്നിരിക്കുന്നത് കൊതുകിനെ അതുപോലെ ചെറിയ പ്രാണികളെയും പല്ലികളെയൊക്കെ ഓടിക്കാൻ പറ്റിയ അടിപൊളി 100% എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് വേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അത് 2 ദിവസമായിട്ട് ഒന്ന് ഉണക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പം വേപ്പില ഊരിയെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ടാക്കി മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത എടുത്തിരിക്കുന്ന ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉണങ്ങിയ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നു. അതിൻ്റെ ചുവട് ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സവാളയുടെ ഉള്ളിലേക്ക് ഒരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കത്തി കൊണ്ട് ചെറുതായിട്ട് ശ്രദ്ധിച്ച് വേണം ആ ഹോൾ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഹോൾ ഉണ്ടാക്കുമ്പോൾ ആ വെളിയിലത്തെ സവാളയിൽ 1-2 ലെയറിൽ ഒരു കാരണവശാലും അതൊന്നും മുറിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ അടിഭാഗവും കട്ട് ചെയ്യാൻ പാടില്ല. ആ ടോപ്പ് ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് ഉള്ളിൽ ഉള്ള ഭാഗങ്ങളെല്ലാം ഉള്ളിലെ പോർഷനെല്ലാം ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഹോളായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് കടുകെണ്ണയാണ്. അപ്പോൾ കടുകെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടുക് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കടുകെണ്ണയുടെ ഒരു എഫക്റ്റാണ് അതിന് കിട്ടുന്നത്. കടുക് ചതച്ചിട്ടാണ് ഇടേണ്ടത്, ഞാനിവിടെ ചതച്ചില്ല. ഇനിയും കടുകിന് പകരം നല്ലെണ്ണ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കടുക് എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ സവാളയിലെ കുഴി ഉണ്ടാക്കി ആ കുഴി ഭാഗത്തേക്ക് വേപ്പിൻ്റെ ഇല സ്പൂണിൽ കോരി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇലയ്ക്ക് പകരം നമുക്ക് ചീമക്കൊന്നയുടെ ഇല വേണേലും ഇതുപോലെ ഉണക്കി പൊടിച്ച് ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന കടുകെണ്ണയുടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ തിരി ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ആ തിരി അങ്ങനെ കത്തുമ്പോൾ ആ സ്മെല്ല്, വേപ്പിൻ്റെ സ്മെല്ലും കടുകിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ചെറു പ്രാണികൾക്കും കൊതുകിനൊന്നും ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല. അതൊരിക്കലും വരാത്ത രീതിയിൽ തന്നെ ആകും. അപ്പം നമ്മൾ ഈവനിങ് സമയത്തൊക്കെ കൊതുകൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ കത്തിച്ച് വെച്ചാൽ വളരെ പ്രയോജനപ്രദമാണ്. തന്നെയല്ല, ഇതുപോലെ നമ്മളൊന്ന് ഉണ്ടാക്കിയാൽ നമുക്കിത് കുറേ നാളിത് നമുക്കിതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ടിപ്പ്, ഒരു ഇടികല്ലിലോട്ട് കുറച്ച് ഗ്രാമ്പൂവും കറുവപ്പട്ടയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചെടുക്കുന്നുണ്ട്. അങ്ങ് ഫൈനായിട്ട് പൊടിയണ്ട, ഒരു തരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. കറുവപ്പട്ടയും
ഗ്രാമ്പൂ പൊടിച്ചത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്, തൊലിയോട് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ചൊന്ന് ഇടിച്ച് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ബൗളിലേക്ക് കടുക് 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ടേബിൾ സ്പൂണ് ഓയിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചൂടാക്കാൻ വെച്ചു. അപ്പം കടുകെണ്ണയ്ക്ക് പകരമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കടുക് ചതച്ച് ഇങ്ങനെ ഓയിൽ ചൂടാക്കുമ്പോൾ ആ കടുകിൻ്റെ ഗുണങ്ങളെല്ലാം ആ ഓയിലോട്ട് നന്നായിട്ട് തന്നെ ഇറങ്ങും. ഇനി ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സവാളയുടെ നടുഭാഗത്തൊരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. സവാളയുടെ മുകൾ ഭാഗം നമ്മൾ വെട്ടി മാറ്റുന്ന അതാണെങ്കിൽ നമ്മുടെ കയ്യിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള കറുത്ത പാടുകൾ, തീ പൊള്ളിയിട്ടുള്ള പാടുകളൊക്കെ, ചെറുതായിട്ട് പൊള്ളിയിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ ആ പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ സവാളയൊക്കെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കുറച്ചെടുത്ത് ഒന്ന് ഇടയ്ക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ പ്രയോജനപ്രദമാണ്. ഇനി ആ സവാളയുടെ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച കറുവപ്പട്ട, ഗ്രാമ്പു മിക്സർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചതച്ച് വെച്ച വെളുത്തുള്ളിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഈർക്കിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ച കടുകെണ്ണയും കൂടെ അങ്ങോട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ എണ്ണയിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് ഒന്ന് അത് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തിരി അങ്ങനെ കത്തുമ്പോൾ ആ സ്പൈസസിൻ്റെ, കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ ആ സ്മെല്ലും കടുകിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ഈ കൊതുകിനും ചെറിയ ജീവികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പം അതിനെയൊക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ പെരക്കകത്തുനിന്ന് തന്നെ അകറ്റി നിർത്താം ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ മൂലയിൽ കൊതുക് വന്നിരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ കൊണ്ടുവെക്കുക. കൊതുകിനെ ഓടിക്കാനുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള 100% എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗം തന്നെയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ടിപ്സ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞാൻ നേരത്തെ വേപ്പിലിട്ട് ഇതുപോലെ കത്തിച്ച് കാണിച്ചു. ഇപ്പോൾ സ്പൈസസ് ഇട്ട് കത്തിച്ച് കാണിച്ചു. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് സൂട്ടബിളായിട്ടുള്ളത് അത് നമുക്ക് എടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നില്ല. നമുക്ക് ഏതാണ് സൂട്ടബിളായിട്ട്, നമുക്ക് ഏതാണ് കംഫർട്ടായിട്ട് തോന്നുന്നത് അതാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ടിപ്പ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ചിരട്ട കത്തിച്ച് കനലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആര്യവേപ്പിൻ്റെ ഇല പൊടിച്ചിടുന്ന, ഉണങ്ങിയ ആ ഇല പൊടിച്ചിടുന്നുണ്ട്. അതേപോലെ ചതച്ച വെളുത്തുള്ളിയും കുറച്ച് വെളുത്തുള്ളിയുടെ തോലും ഉൾപ്പെടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കനലിൽ ഇരുന്ന് കത്തി ഒരു പുകയും. അങ്ങനെ പുകയുമ്പോൾ ആ സ്മെല്ലാണെങ്കിൽ ചെറു പ്രാണികൾക്കൊന്നും കൊതുകിനൊന്നും ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. കട്ടൻ ഒക്കെ കിടക്കുന്ന സ്ഥലത്തായിരിക്കും ഇത് കൂടുതലും വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് കൊണ്ടുവച്ച് ഒന്ന് പുകച്ചെടുത്താൽ കൊതുകൊക്കെ പൂർണ്ണമായിട്ടും മാറും. അങ്ങനെ നമുക്ക് പൂർണ്ണമായും കൊതുകിനെയൊക്കെ നമ്മുടെ പെരക്കകത്ത് തന്നെ മാറ്റി നിർത്താം. നല്ലൊരു മാർഗ്ഗമാണ്, 100% എഫക്റ്റീവായിട്ടൊരു മാർഗ്ഗമാണ്. അപ്പം ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.